എന്റെ പേര് ബിജുകുമാർ. എൻ്റെ നാട് കോക്കാട്, വാനശാലക്കടുത്താണ്. ഇപ്പോൾ ഞാൻ ആക്ച്വലി UST എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ IT കമ്പനിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഓട്ടോമേഷൻ ഡിവിഷന്റെ സീനിയർ ഡെലിവറി മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ വാരനപ്പുഴ സ്കൂളിൽ പഠിച്ചത് 1987 തൊട്ട് 91 വരെയുള്ള വർഷങ്ങളിലാണ്. അതിനുശേഷം പ്ലാത്ര UP സ്കൂളിൽ പഠിച്ചു. പിന്നെ മാടായി ബോയ്സ് സ്കൂളിലാണ് ഹൈസ്കൂൾ കഴിഞ്ഞത്. പിന്നെ പയ്യന്നൂർ കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചിട്ട് പിന്നെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചിട്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ BTech കഴിഞ്ഞ് പിന്നെ നേരിട്ട് ജോലി പ്രവേശിക്കുമായിരുന്നു. പിന്നെ ലോകത്തിന് പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂര്, പൂനെ, തിരുവനന്തപുരം, ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. US-ലും ഇംഗ്ലണ്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്താണ് ഉള്ളത്. വാർണപ്പുഴ സ്കൂളിൽ ആക്ച്വലി ഞാൻ പഠിച്ചതിനെ പറ്റിയും പറയുമ്പോൾ നമുക്കൊരു മെയിനായിട്ട് ഞാൻ കണ്ട കാര്യം, നമുക്കൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് തിങ്ക് ചെയ്യാനും നമ്മളുടെ ഐഡിയാസ് ഒക്കെ അപ്ലൈ ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പല സ്കൂളുകളും പോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും, മാസ്റ്റർമാരൊക്കെ എനിക്ക് ഓർമ്മ കുസുമ ടീച്ചറാണ് 3ാം ക്ലാസ്സിൽ മാത്സ് പഠിപ്പിച്ചത്. അത് വളരെ നല്ലൊരു മാത്സിന്റെ ഫൗണ്ടേഷൻ എനിക്ക് ഇപ്പോഴും ഞാൻ പറയാം. അതുകൊണ്ട് ഭയങ്കര ഗുണമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈശ്വരൻ മാഷാണെങ്കിലും കുമാരൻ മാഷാണെങ്കിലും നാരായണ മാഷ് എല്ലാവരും പഠിപ്പിച്ച കാര്യങ്ങളും അവർ നമ്മളെ ആക്ച്വലി നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്തെന്നുള്ളതും ഭയങ്കര നല്ല ഓർമ്മയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ മലയാളം മീഡിയത്തിൽ തന്നെ 10ാം ക്ലാസ് വരെ പഠിച്ച് പിന്നെ പ്രീ ഡിഗ്രി പയ്യന്നൂർ കോളേജിലും പഠിച്ച് പോയതുകൊണ്ട് പെട്ടെന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിയപ്പോഴും പിന്നെ ജോലി പ്രവേശിച്ചപ്പോഴും ആദ്യം ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മറ്റു പുറത്തുള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് മീറ്റിങ്ങിലും മറ്റൊക്കെ പോകുമ്പോൾ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ എനിക്കൊന്ന് മലയാളം മീഡിയത്തിലും ഇതായിട്ട് വരുന്ന എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ആ ഒരു ഏജിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെയാണ് അതിനുവേണ്ടി കുറച്ചും കൂടി പ്രവർത്തിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും കുട്ടികൾക്ക് കുറച്ചുകൂടി ഏർലി സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇപ്പോ കമ്പയർ ടു പഴയ കാലം ഇപ്പൊ കുറച്ചുകൂടി ഓപ്ഷൻസ് ഉണ്ടല്ലോ കുട്ടികൾക്ക്. അപ്പോ നമ്മളൊക്കെ ചെയ്തിരുന്ന വെച്ചാൽ ഒരുപാട് മൂവീസ്, ഡയലോഗ് ഓറിയന്റഡ് ആയ മൂവീസും വെബ് സീരീസ് ഒക്കെ, ഫ്രണ്ട്സ് ഒക്കെ പോലുള്ള വെബ് സീരീസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടാണ് ഇംഗ്ലീഷ് നമ്മളന്ന് സംസാരിക്കാനല്ല, കമ്മ്യൂണിക്കേഷൻ നമുക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ സംസാരിക്കാനും ആൾക്കാർ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് ഡെവലപ്പ് ചെയ്തത്. ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക്, നമ്മുടെ LP സ്കൂളിലെ കുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്ന്, ഈ കാർട്ടൂൺസ് കാണുമ്പോൾ ഈ ഒരുപാട് ഈ കൊച്ചു TVയിലൊക്കെ കാണുന്ന ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാർട്ടൂൺസ് കാണുന്നതിന് പകരം കൂടുതലും കോൺവെർസേഷൻ മെയിനായിട്ടുള്ള, അത് സംസാരിക്കുന്ന ഒരുപാട് ഇപ്പോൾ കുട്ടികളും അച്ഛനമ്മമാരും ടീച്ചേഴ്സ് സംസാരിക്കുന്ന ടൈപ്പുള്ള കാർട്ടൂൺസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പെപ്പ പിഗ് ഒരു നല്ല എക്സാമ്പിൾ ആണ്. അതുപോലുള്ള കൂടുതൽ സംസാരിക്കുന്ന ടൈപ്പുള്ള കാർട്ടൂൺസ് ചെറിയ കുട്ടികൾ കാണുകയാണെങ്കിൽ അവർക്ക് ഒരു ഐഡിയ കിട്ടും. അതുപോലെ ഇംഗ്ലീഷിൽ ഞാൻ കണ്ടൊരു ഗുണം, ഒരുപാട് ബുക്സ് സ്പെഷ്യലി അത് നമ്മുടെ നാടോടി കഥകൾ പറയുമല്ലോ, അപ്പോ ഫെയറി ടൈൽസ് ഉള്ള വളരെ ലോകപ്രസിദ്ധമായ കഥകൾ അവൈലബിൾ ആണ്. അപ്പൊ കുട്ടികളെ നമ്മളൊരു ഫോഴ്സ്ഡ് ആയിട്ട് പഠിപ്പിക്കുന്ന പകരം അവർക്കിപ്പം കഥകൾ കേൾക്കാൻ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ മേ ബി അവരെങ്ങനെ ആഴ്ചയിൽ എങ്ങനെ ഒരുപോലെ സ്റ്റോറി ടെല്ലിംഗ് ആക്കിയിട്ട് ഒരു ടീച്ചർ ഇങ്ങനെയുള്ള ഓരോ ഫേമസ് ആയ സ്റ്റോറീസ് ഉണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ്, അല്ലെങ്കിൽ ജാക്ക് ആൻഡ് ദ ബീൻ സ്റ്റാക്ക്, ഇപ്പോഴത്തുള്ള പോലെ ദ ജയന്റ്, ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ആക്ച്വലി. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോറീസ് കുട്ടികളെ ടീച്ചേഴ്സ് വായിച്ചു കൊടുക്കുവോ അല്ലെങ്കിൽ ഒരു കുട്ടിയോട് വായിക്കാൻ പറയാം. ഇങ്ങനെയുള്ള സ്റ്റോറീസ് വെച്ചിട്ട് വേണമെങ്കിൽ സ്കൂളിൽ തന്നെ പ്ലേ ചെയ്യാം. അപ്പോ കുട്ടികൾ ഓരോരോ ക്യാരക്ടറായിട്ട് അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ നാടകങ്ങളും ഇതൊക്കെ നടത്തുവാണെങ്കിൽ, അല്ലെങ്കിൽ കോസ്റ്റ്യൂമും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, കുട്ടികൾ നടത്തുവാണെങ്കിൽ ഒരുപാട് അവർക്ക് കോൺവെർസേഷനിൽ ഭയങ്കര കോൺഫിഡൻസ് വരും ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ പറയുന്ന പോലെ നല്ല മെസ്സേജുള്ള സിനിമകളുണ്ട്, കുട്ടികൾക്ക് വേണ്ടുന്ന കോൺവെർസേഷൻ ഉണ്ടായ നല്ല സിനിമകളും മറ്റൊക്കെ വേണമെങ്കിൽ ക്ലാസ്സിൽ ആക്ച്വലി ഇപ്പോ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വേണമെങ്കിൽ ആക്ച്വലി അത് കാണിക്കാം. എന്നിട്ട് ഒരു മൂവി കണ്ട ശേഷം കുട്ടികളോട് അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ സംസാരിക്കാൻ പറയാ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ലാംഗ്വേജ് സ്കിൽ ഇമ്പ്രൂവ് ആണെന്ന് തോന്നുന്നു. എൻ്റെ ഡേ എന്തായാലും എന്താണ് ഇമ്പോർട്ടൻസ് വെച്ചാൽ നമുക്ക് കൃത്യമായ ഐഡിയാസ് ഉണ്ട്. അപ്പൊ അത് ഏത് ലാംഗ്വേജിലാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കണം. അത് ചെയ്ത് ചെറിയൊരു പുഷ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ലാംഗ്വേജ് സ്കിൽ വലിയ പ്രോബ്ലം ഇല്ലാതെ പോകുന്നതാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിന് മനസ്സിലായത്. പിന്നെ ബാക്കിയുള്ള കാര്യം ചില കുട്ടികൾ എപ്പോഴും നമ്മളിപ്പോഴത്തെ ഇതില് അങ്ങനെ പഠന കാര്യങ്ങളിൽ മാത്രമായി റെസ്ട്രിക്ട് ചെയ്യാതിരിക്കുക. കുട്ടികളെ നമ്മൾ കലോത്സവങ്ങളിലും
സയൻസ് ഫെയറിലും അങ്ങനെയുള്ള മാക്സിമം പരിപാടികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരോട് പരിചയപ്പെടാനും അവരോട് സംസാരിക്കാനുള്ള ഇത് നമ്മുടെ നാട്ടിലെ കുട്ടികളോട് മാത്രമല്ലാതെ മറ്റ് നാടുകളിൽ നിന്ന് വരുന്ന ആൾക്കാരും വേറെ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളായിട്ടൊക്കെ പരിചയപ്പെടാനും, അപ്പൊ അവർ വലിയ ക്ലാസ് എത്തുമ്പോൾ ചിലപ്പോൾ ഈ കുട്ടികളെ വീണ്ടും കാണും. അപ്പൊ അവർക്ക് ആ ഒരു നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബിൽഡ് ആവും. ഒരുപാട് ഞാനൊക്കെ ആക്ച്വലി പ്ലാത്തൂർ സ്കൂളിലും പയ്യന്നൂർ കോളേജിലൊക്കെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ പല സ്ഥലങ്ങളിലും വീണ്ടും എത്തുമ്പോൾ കണ്ടുകൊട്ടാറുണ്ട്. ആക്ച്വലി അവിടെ നല്ല നിലയിലെത്തിയ ആൾക്കാരായിട്ട് ഇപ്പൊ ദുബായിൽ പോയപ്പോഴും അല്ലെങ്കിൽ UK പോയപ്പോഴും പോലും ഉണ്ടായിരുന്നു ആക്ച്വലി അവിടെയൊക്കെ ആൾക്കാർ. അപ്പോൾ ആ നെറ്റ്വർക്ക് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും പറ്റും. ഇത്രയൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് എന്നോട് പറയാനുള്ളത്. ഇത്രയും സമയം ഞാൻ പറയുന്നത് കേട്ടുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.